ഹായ് ഓൾ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി കടല വറുത്തതാണ്. കറി വെക്കുന്ന കടലയാണ് കേട്ടോ നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ ഒരുപാട് കടല കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഈസി സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കടല എങ്ങനെ വറുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കടല വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടലൊന്നും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കഴുകി യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തുണി കഷ്ണം നനച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചൂട് കട്ടിയുള്ള ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് അധികം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫുള്ളിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഉപ്പ് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പം കടല വറുത്തെടുക്കുന്ന സമയത്ത് ഉപ്പ് നന്നായിട്ട് ചൂടാവണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കടല വറവായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ചൂടായതിനു ശേഷം വേണം ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഉപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം കടല ഇട്ട് കൊടുക്കുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എങ്കിലേ പെട്ടെന്ന് തന്നെ ഇത് വായി കിട്ടുള്ളൂ. അപ്പം കുറേശ്ശെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഉപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കുക. അതിനുശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടായിരിക്കണം വറുത്തെടുക്കുന്നത്. അപ്പം ഫുള്ളിലിടരുത്, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ടുകൊടുത്തതിന് ശേഷം ഒരു 2 സെക്കൻഡ് അങ്ങനെ തന്നെ വെക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ആ ഒരു സമയത്തിന് കണ്ടില്ലേ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കടല കുറേശ്ശെയായിട്ട് ഓരോ ഭാഗത്തുനിന്നും ചൂട് തട്ടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വറവായി വരുന്നുണ്ട്. അപ്പോൾ കടല ഏകദേശം അല്ലാതെ ഒന്ന് പൊട്ടി വറവായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ നേരം ഉപ്പിൽ വെക്കരുത്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്നും എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കടല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഉപ്പിലോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ അതാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്ന് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഉപ്പ് നന്നായിട്ട് ചൂടായി കിടക്കില്ലേ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കൂടുതൽ സമയമൊന്നും എടുക്കില്ല. അപ്പോൾ കടല വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കടല വറുത്തെടുക്കാം. ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മൾ വിചാരിച്ച സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.